2021 പുറത്തിറങ്ങിയ നെറ്റ്ഫ്ലിക്സ് ആന്തോളജി സിനിമയായിട്ടുള്ള അജീബ് ദാസ്താൻസിൽ ഷെഫാലി ഷായും മാനവ് കൗളും അഭിനയിച്ച ഒരു സെഗ്മെന്റ് ആ പടം കണ്ട ആരും മറക്കാൻ സാധ്യതയില്ല. ഗംഭീരമായി എടുത്തിട്ടുള്ള ആ ഒരു ഭാഗം സംവിധാനം ചെയ്തത് നടൻ ബമൻ ഇറാനിയുടെ മകനായിട്ടുള്ള കയോസെ ഇറാനിയായിരുന്നു. 2 വർഷം കഴിഞ്ഞ് കയോസെ തന്റെ ആദ്യ ഫീച്ചർ ഫിലിം സംവിധാനം ചെയ്യാൻ പോവുകയാണ്. അതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനും കാജോളും ഇബ്രാഹിം അലി ഖാനും ആണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്നാൽ 2023 ഷൂട്ടിംഗ് തുടങ്ങിയ ആ സിനിമയെക്കുറിച്ച് പിന്നീട് ആരും ഒന്നും തന്നെ കേൾക്കാതെയായി. ഒടുവിൽ 2025 ഈ ആഴ്ച അത് ഡയറക്റ്റ് OTT റിലീസായിട്ടാണ് വന്നത്. എന്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ കമ്പനി തിയേറ്ററിൽ ഇറക്കാതെ നേരെ OTTയിൽ ഇറക്കിയത് എന്നതിന് ഉത്തരം നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തന്നെ കിട്ടും. വളരെ അധികം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. എഴുത്തിൽ തന്നെയുള്ള ഈ ഒരു പാളിച്ച ധർമ്മ പോലെ ഒരു പ്രൊഡക്ഷൻ ഹൗസിന് തുടക്കത്തിലെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നത് വളരെ വിചിത്രമായിട്ട് തോന്നി. മറ്റെന്തിനു മുകളിൽ രാജ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആർമി ഓഫീസറാണ് വിജയ് മേനോൻ. അദ്ദേഹത്തിന് ഭാര്യയും ഒരു മകനുമാണുള്ളത്. രാജ്യത്തോട് അത്രയും സ്നേഹമുള്ള വിജയ് മേനോന് ഒരു ഘട്ടത്തിൽ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കണോ രാജ്യത്തിന് പ്രാധാന്യം കൊടുക്കണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. സ്വാഭാവികമായിട്ടും രാജ്യത്തെ തിരഞ്ഞെടുത്ത വിജയ് മേനോന് ജീവിതത്തിൽ അന്ന് അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. എന്തായിരുന്നു ആ സാഹചര്യം, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുശേഷം അയാളുടെ കുടുംബജീവിതത്തിൽ നടന്നത്, ഇതൊക്കെയാണ് സർസമീൻ എന്ന ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. പൃഥ്വിരാജിന്റെ പ്രായം 42 കാജോളിന്റെ പ്രായം 50. എന്നിരുന്നാലും ഇവരുടെ രണ്ടുപേരുടെയും സ്ക്രീൻ ഏജ് ഏറെക്കുറെ സെയിം ആയതുകൊണ്ട് ഒരു ടിപ്പിക്കൽ പെയർ ആയിട്ട് തന്നെ സ്ക്രീനിൽ നമുക്ക് തോന്നുകയുള്ളൂ. 56 വയസ്സുള്ള അജയ് ദേവ്ഗൺ 32 വയസ്സുള്ള മൃണാൾ ഠാക്കൂറിനെ സ്ക്രീനിൽ പ്രണയിക്കുന്ന സമയത്ത് ഈ സിനിമയിലുള്ള പ്രായവ്യത്യാസമൊന്നും ഒരു വലിയ വിഷയമല്ല. പക്ഷേ കാണുമ്പോൾ വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം 24 വയസ്സുള്ള ഇബ്രാഹിം അലി ഖാനെ പൃഥ്വിരാജിന്റെ മകനായിട്ട് കാണിച്ചതാണ്. ഏതെങ്കിലും രീതിയിൽ പൃഥ്വിരാജിന്റെ വയസ്സ് കൂട്ടാൻ സിനിമ ശ്രമിച്ചിട്ടേയില്ല. പുള്ളിയുടെ യഥാർത്ഥ വയസ്സിനേക്കാൾ കുറച്ച് പ്രായം കുറഞ്ഞു എന്ന് തോന്നിയാലേ ഉള്ളൂ. ബ്രോഡാഡിയിലെ ജോൺ കാറ്റാടിയെ പോലെയുള്ള കഥയൊന്നും വിജയ് മേനോനെ പറ്റി സിനിമ പറയുന്നില്ല. ഈ ഒരു പ്രായം എന്ന ഫാക്ടറിനെ കുറിച്ച് ഞാൻ അധികമായിട്ട് പറയാനുള്ള കാരണം സിനിമയിൽ വിശ്വസനീയമായ കാസ്റ്റിംഗ് എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പൃഥ്വിരാജിനെയും ഇബ്രാഹിം അലി ഖാനെയും സ്ക്രീനിൽ ഒരുമിച്ച് കാണുമ്പോഴെല്ലാം ഞാൻ കാണുന്നത് ഒരു അച്ഛനും മകനും ആണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. പ്രായം മാത്രമല്ല ഈ സിനിമയ്ക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്. അടിസ്ഥാനപരമായ പ്രശ്നം അതിൻ്റെ എഴുത്തിലാണ്. സിനിമയ്ക്ക് ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള കോൺഫ്ലിക്റ്റ് കഥ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അത് വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാനോ എക്സ്പ്ലോർ ചെയ്യാനോ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല. വിജയ് മേനോൻ എന്ന കഥാപാത്രത്തെ രാജ്യം വേണോ കുടുംബം വേണോ എന്ന സിറ്റുവേഷനിൽ ഒന്നിലധികം തവണ കൊണ്ടിടുക എന്നതാണ് ഇവിടുത്തെ ഒരു ഐഡിയ. പക്ഷേ ഇത്തരം മൊമെന്റുകളിലേക്ക് എത്താൻ ഫ്രഷായ ഒരു മാർഗമൊന്നും ഈ പടത്തിന് കിട്ടുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കഥാപാത്രങ്ങൾ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതും വേറെ ചില കഥാപാത്രങ്ങൾ എളുപ്പത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നതും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ്. എല്ലാ തീവ്രവാദ സിനിമയിലും ഉള്ളതുപോലെ ക്ലൈമാക്സിൽ ഇവിടെയും ഒരു ബോംബ് നിർവീര്യമാക്കാനുണ്ട്. ഒരു യൂഷ്വൽ രീതിയിൽ പോകും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആ ഭാഗത്ത് കൊണ്ടുപോയി ഒരു കഥാപാത്രത്തെ റിവീൽ ചെയ്തുകൊണ്ട് സംവിധായകൻ കയോസെ ഇറാനി കാര്യങ്ങൾ കൂടുതൽ ക്രിഞ്ചാക്കി മാറ്റുന്നുണ്ട്. എഴുതിയപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ട്വിസ്റ്റ് ആകുമെന്ന് വിചാരിച്ചുണ്ടാക്കിയ സീനായിരിക്കും, പക്ഷേ റിവീൽ ചെയ്യപ്പെടുന്നതിന് കുറച്ച് മുന്നേ തന്നെ പ്രേക്ഷകന് ആ കഥാപാത്രം ആരാണെന്ന് ഊഹിക്കാൻ പറ്റും. ഒരു ആർമി ഓഫീസർക്ക് വേണ്ട ബോഡി ലാംഗ്വേജും ഷാർപ്നെസ്സും പൃഥ്വിരാജിന്റെ അഭിനയത്തിലുണ്ട്. ഇമോഷണൽ സീനുകളിലേക്ക് പോകുമ്പോൾ എഴുതി വെച്ചിട്ടുള്ള ഡയലോഗുകൾ വലിയ മെച്ചമില്ലാത്തതുകൊണ്ട് പുള്ളിയുടെ പെർഫോമൻസും ആ ഭാഗങ്ങളിൽ അത്ര മികച്ചതാവുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഡയലോഗ് ഡെലിവറി കേൾക്കുമ്പോൾ സയ്യിദ് മസൂദ് ഒരു അച്ഛനായിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാകും അതുപോലെ തോന്നി. കാജോളിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഡയലോഗുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും അതിനാടകീയമായ പല ഡയലോഗുകളും അവരുടെ കയ്യിലും നിൽക്കുന്നില്ല. സൈഫ് അലി ഖാന്റെ മുഖച്ഛായയും പിന്നെ ജിമ്മിൽ പോയി ഉണ്ടാക്കിയിട്ടുള്ള ബോഡിയും മാത്രമേ ആളുകളുടെ ശ്രദ്ധ നേടാൻ ഇബ്രാഹിം അലി ഖാനെ സഹായിക്കുന്നുള്ളൂ. ആ കഥാപാത്രം അനുഭവിക്കുന്ന ദേഷ്യവും വേദനയും ഒക്കെ പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആൾ സമ്പൂർണ്ണ പരാജയമാണ്. ഈ ഒരു ഐഡിയയുടെ ഉള്ളിലുള്ള ഡ്രാമ ഫിലിം മേക്കേഴ്സിന് ഒരു നല്ല ത്രില്ലറിനുള്ള പോസിബിലിറ്റി കാണിച്ചു കൊടുക്കുന്ന ഒന്നാണ്. പക്ഷേ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഒരു ലെയേർഡ് സ്വഭാവം കൊണ്ടുവരാൻ സർസമീൻ എന്ന ഈ സിനിമയ്ക്ക് വലിയ താല്പര്യമില്ല. ഈ സിനിമയുടെ തുടക്കത്തിൽ പ്രമോഷൻ കിട്ടിയ വിജയ് മേനോനെ സ്വന്തം മകൻ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ അയാൾ അപ്സെറ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ വേറെ ഒരു സ്ഥലത്ത് ഡൈനിങ് ടേബിളിൽ നടക്കുന്ന സാധാരണ ഒരു കോൺവെർസേഷൻ പെട്ടെന്ന് ഇൻ്ററോഗേഷൻ പോലെ ആകുന്നുണ്ട്. ഇതുപോലെ മറ്റ് പല സീനുകളിലും കഥാപാത്രങ്ങൾ ബിഹേവ് ചെയ്യുന്നത് ഒട്ടും സട്ടിലല്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങൾ ഒട്ടും റിയലായിട്ട് നമുക്ക് തോന്നുകയുമില്ല. അങ്ങേയറ്റത്തെ മെലോഡ്രാമയുള്ള ഈ സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ചിരിപ്പിക്കാനും സാധ്യതയുണ്ട്. സീനുകൾ അവസാനിക്കുമ്പോൾ കട്ട് ബ്ലാക്ക് ആക്കുന്ന എഡിറ്റിംഗ് പരിപാടി പലപ്പോഴും സിനിമയുടെ ഒരു റിതം ഇല്ലാതാക്കുന്നുണ്ട്. സർസമീൻ എന്ന സിനിമ ഉണ്ടാക്കിയവർ വിചാരിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത സർപ്രൈസുകൾ ആ സിനിമയിൽ ഉണ്ട് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന് സമാനമായിട്ടുള്ള പല സിനിമകളും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ഫാമിലി സെന്റിമെന്റ്സ് ഉണ്ട്, ടെററിസം ഉണ്ട്, പാട്രിയോട്ടിസം ഉണ്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബോംബ് നിർവീര്യമാക്കാൻ നോക്കുന്ന സീൻ വരെയുണ്ട്.
ഇതിൽ ക്ലൈമാക്സിൻ്റെ അടുത്തുള്ള ഈ ബോംബ് സീൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പഴയ സ്പൂഫ് സിനിമയിലെ സീനാണ്. നായികയ്ക്ക് നേരെ ബുള്ളറ്റ് വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നേറ്റ് പുഷപ്പ് ഒക്കെ എടുത്ത് ഓട്ടോ പിടിച്ച് വന്ന് നായികയെ നായകൻ രക്ഷിക്കുന്ന ഒരു സീനുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഈ സിനിമയിൽ 45 സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ എണ്ണം നോക്കിയാൽ ഇതിലെ സീനും ഞാൻ പറഞ്ഞ സ്പൂഫ് സീനും ഏതാണ്ട് ഒരേ ലെവലിലാണ് പോകുന്നത്. സൈന്യത്തെ പശ്ചാത്തലമാക്കി രാജ്യസ്നേഹ സിനിമകൾ കുറച്ചു കാലം മുന്നേ വന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സെറ്റപ്പാക്കിയ കഥയാണ് ഈ സിനിമയുടേതെന്ന് തോന്നുന്നു. പക്ഷേ എഴുത്തിൻ്റെ നിലവാരം വളരെ മോശമായതുകൊണ്ട് ഉറി ഇറങ്ങി അതിൻ്റെ അടുത്ത ആഴ്ച ഇറക്കിയാലും ഈ സിനിമ പ്രേക്ഷകർ റിജക്റ്റ് ചെയ്യാനേ സാധ്യതയുള്ളൂ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്